ഹായ് വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. 9ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ ഹിന്ദി ക്ലാസ്സാണ്. നമ്മൾ മാത്സിൻ്റെ ഒരു പാർട്ട് ക്ലാസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇന്ന് ഹിന്ദി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഹിന്ദിയിലെ ആദ്യത്തെ യൂണിറ്റിലെ ചട്പട്ട് ഓർ നട്കട്ട് എന്ന കഹാനിയാണ് പഠിക്കാൻ പോകുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് രമേശ് ഉപാധ്യായാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കഥയുടെ പേര്? ചട്പട്ട് ഓർ നട്കട്ട്. സോ ഇത് കഹാനിയാണ്, ഒരു കഥയാണ്. രമേശ് ഉപാധ്യായ എഴുതിയ ചട്പട്ട് ഓർ നട്കട്ട്. ചട്പട്ട് നട്കട്ട് എന്ന് പറയുന്ന രണ്ട് ബ്രദേഴ്സാണ്. ചട്പട്ട് എന്ന് പറഞ്ഞാൽ വേഗതയുള്ളതെന്നാണ്, വേഗത്തിലുള്ളത്. ചട്പട്ട്, ചടയപ്പടയ എന്നൊക്കെ ഓർത്ത് വെച്ചേക്കുക. നട്കട്ട് വികൃതി. അപ്പോൾ പേര് പോലെ തന്നെ അവരുടെ സ്വഭാവവും അങ്ങനെയൊക്കെ തന്നെയാണ്. കഥ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ കഥയിലേക്ക് പോകാം. ഏക് ദ ചട്പട്ട് ഏക് ദ നട്കട്ട്. ഏക് ദ ചട്പട്ട്, ഒരു ചട്പട്ട് ഉണ്ടായിരുന്നു. ഏക് ദ നട്കട്ട്, അതേപോലെ ഒരു നട്കട്ടും ഉണ്ടായിരുന്നു. ചട്പട്ട് ബഡാദ, ചട്പട്ട് വലിയവനായിരുന്നു. നട്കട്ട് ചോട്ട, നട്കട്ട് ചെറുതായിരുന്നു. അതായത് ചട്പട്ട് മൂത്തയാളായിരുന്നു. ബ്രദേഴ്സാണെന്ന് പറഞ്ഞില്ലേ, അതിൽ മൂത്തയാളായിരുന്നു ചട്പട്ട്, ഇളയയാളായിരുന്നു നട്കട്ട്. ബഡാ കേവൽ 2 സാൽ ബഡാ ഥാ, മൂത്തവന് 2 വയസ്സായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ചോട്ട കേവൽ 2 സാൽ ചോട്ട, അതുപോലെ ഇളയവന് 2 വയസ്സ് കുറവ്. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ, മൂത്ത ആൾക്ക് 2 വയസ്സ് കൂടുമ്പോൾ ഇളയാൾക്ക് 2 വയസ്സ് കുറയാതെ പിന്നെ എങ്ങനെ? ദോനോ സ്കൂൾ മേം പഠിത്തത്, രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്നവരായിരുന്നു. ചട്പട്ട് 5वीं में, നട്കട്ട് तीसरी में. ചട്പട്ട് 5वीं में, 5 5, 5वीं 5ാം ക്ലാസ്സിലായിരുന്നു. ചട്പട്ട് പഠിച്ചിരുന്നത് 5ാം ക്ലാസ്സിലായിരുന്നു. നട്കട്ട് तीसरी में, നട്കട്ട് 3ാം ക്ലാസ്സിൽ. घर से दोनों भाई साथ साथ स्कूल जाते और साथ साथ ही वापस घर आते. घर से വീട്ടിൽ നിന്ന്, ദോനോ ഭായ് 2 സഹോദരന്മാരും, സാത്ത് സാത്ത് ഒരുമിച്ചായിരുന്നു, സ്കൂൾ ജാത്തെ സ്കൂളിൽ പോകുന്നത്. ഓർ സാത്ത് സാത്ത് ഹി അതുപോലെ ഒരുമിച്ച് തന്നെയായിരുന്നു, വാപ്പസ് കർ ആത്തെ തിരിച്ച് വീട്ടിൽ വരുന്നതും. അപ്പോൾ നട്കട്ട് ചട്പട്ട്, നട്കട്ട് മൂത്തയാൾ, ചട്പട്ട് ഇളയാൾ, രണ്ടുപേരും സഹോദരന്മാരായിരുന്നു. അവർ തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം 2. മൂത്തയാൾ 5ാം ക്ലാസ്സിലും ഇളയാൾ 3ാം ക്ലാസ്സിലുമായിരുന്നു. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോകുന്നത്, അതുപോലെ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. സെക്കൻഡ് പാരഗ്രാഫ്. വേ ഏക് ഗാവ് മേ രഹത്തെ ഥേ. വേയുടെ മീനിങ് എന്താണ്? നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേയുടെ മീനിങ് അവർ, അവ, അദ്ദേഹം, ഇങ്ങനെ 3 മീനിങ്ങുകളുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ അവർ എന്നുള്ള മീനിങ്ങാണ് ആവശ്യം. വേ ഏക്ക്, അവർ ഒരു, ഗാവ് മേ രഹത്തെ ഥേ ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി, പക്ഷേ അവരുടെ സ്കൂള് അവരുടെ ഗ്രാമത്തിലല്ലായിരുന്നു, അവരുടെ ഗ്രാമത്തിൽ സ്കൂളില്ലായിരുന്നു. ദൂർ ദൂസരെ ഗാവ് മേ ഥാ, അവരുടെ സ്കൂള് ദൂരെയുള്ള മറ്റൊരു ഗ്രാമത്തിലായിരുന്നു. അവരുടെ ഗ്രാമത്തിൽ സ്കൂളില്ലായിരുന്നു, മറ്റൊരു ഗ്രാമത്തിലായിരുന്നു അവരുടെ സ്കൂൾ. വഹാം തക് പൈദൽ ജാനാ പഠിത്താത്ത, വഹാം തക് അവിടെ വരെ, പൈദൽ ജാനാ പഠിത്താത്ത നടന്നു പോകണമായിരുന്നു. അപ്പോൾ അവരുടെ ഗ്രാമത്തിൽ സ്കൂളില്ലാത്തത് കൊണ്ട് അടുത്ത ഗ്രാമത്തിലെ സ്കൂളിലായിരുന്നു അവർ പഠിക്കുന്നത്. അടുത്ത ഗ്രാമത്തിലെ സ്കൂളിലേക്ക് അവർക്ക് നടന്നു പോകേണ്ടതുണ്ടായിരുന്നു. ഓർ പൈദൽ ഹി വാപ്പസ് ആനാ പഠിത്ത, അതുപോലെ അങ്ങോട്ട് നടന്നു പോകുന്നത് പോലെ തന്നെ ഇങ്ങോട്ട് നടന്നു തന്നെ വരണമായിരുന്നു. ജാത്തേ സമയ് രാസ്തേമേം ഉന്നെ കൈ ചീസേ മിൽത്തി, അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് രാസ്തേമേം രാസ്ത വഴി, വഴിയിൽ, ഉന്നയും അവർക്ക്, കൈ ചീസേം ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് വസ്തുക്കൾ, മിൽത്തീതി കിട്ടുമായിരുന്നു. അതായത് അവർക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു, എൻ്റർടൈൻമെൻറ്റൊക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക്, വെറുതെ അങ്ങ് നടന്നു പോവുകയല്ല. എന്തൊക്കെ ഉണ്ടായിരുന്നു നോക്കിയേ? പോക്കർ, കുളം ഉണ്ടായിരുന്നു. ബർഗത്, ബർഗത് വടവൃക്ഷം എന്ന് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. വടവൃക്ഷം മീൻസ് ആൽമരം, ബനിയൻ ട്രീ ഉണ്ടായിരുന്നു. കേത്ത് വയലുണ്ടായിരുന്നു. ബാഗ് തോട്ടമുണ്ടായിരുന്നു. നാല തോട്, ഓർ നദി, പിന്നെ നദി. നമ്മൾ ഡോറയുടെ പ്രയാണം കണ്ടിട്ടില്ലേ, അതിനകത്തൊക്കെ പറയത്തില്ലേ, പോക്കർ, ബർഗത്, കേത്ത്, ബാഗ്, നാല, നദി, കുളം, ആൽമരം, വയൽ, തോട്ടം, തോട്, നദി, അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു പോകും. അങ്ങനെ ഇവരും അതുപോലെ പറഞ്ഞായിരിക്കും പോകുന്നത്. നോക്കട്ടെ. വാപ്പസ് ആനെ പർ ഹി രാസ്തേമേം ഉന്നയും കൈ ചീസേം മിൽത്തി ഥി, തിരിച്ചു വരുമ്പോഴും ഇതേപോലെ അവർക്ക് വഴിയിൽ ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും. അതായത് അങ്ങോട്ട് പോകുന്ന വഴി തന്നെയാണ് ഇവർ തിരിച്ചും വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ തിരിച്ചു വരുമ്പോഴും കാണാമല്ലോ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, തിരിച്ചു വരുമ്പോൾ കാണുമ്പോൾ ഓർഡർ മാറും. അതായത് അങ്ങോട്ട് പോകുമ്പോൾ ആദ്യം കണ്ട കാഴ്ചകൾ ഇങ്ങോട്ട് വരുമ്പോൾ അവസാനമായിരിക്കും കാണുന്നത്. അതുപോലെ അങ്ങോട്ട് പോകുമ്പോൾ അവസാനം കണ്ട കാഴ്ചകൾ ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യമായിരിക്കും കാണുന്നത്. അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞെന്തായിരുന്നു? പോക്കർ, ബർഗത്, കേത്ത്, ബാഗ്, നാല, നദി, ഇതായിരുന്നു ഓർഡർ. ഇപ്പോൾ ഇതാ തിരിച്ച് ഓർഡർ എഴുതി വെച്ചിട്ടുണ്ട്. നദി, നാല, ബാഗ്,
കേത്ത്, ബർഗദ് ഓർ പോക്കർ. ഓക്കെ, നേരത്തെ പറഞ്ഞ് നേരെ തിരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ചട്പട്ട് തേസ് തേസ് ചൽത്താത. ചട്പട്ട് വളരെ വേഗത്തിലായിരുന്നു നടക്കുന്നത്. നട്കട് ധീരെ ധീരെ. നട്കട് പതുക്കെ പതുക്കെ. ചട്പട്ട് ബർഗദ് തക് പहुंच जाता तब तक നട്കട് പോക്കർ തക് ഹി पहुंच जाता. ഓക്കെ, ചട്പട് ബർഗദ് വരെ എത്തുമ്പോൾ, ബനിയൻ ട്രീ വരെ എത്തുന്ന സമയത്ത് നട്കട് എവിടെ എത്തുള്ളൂ? പോക്കർ കുളത്തിലേ എത്തത്തുള്ളൂ, കുളത്തിൻ്റെ ആ ഭാഗത്തേ എത്തത്തുള്ളൂ. ചട്പട് ബാഗ് തക് പहुंच जाता. ഇനി ചട്പട് തോട്ടത്തിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് നട്കട് എവിടെ എത്തും? നട്കട് കേത്ത് തക് ഹി पहुंच होता. കേത്ത് വയൽ വരെ എത്തുന്നുള്ളൂ. ചട്പട് നദി തക് पहुंच जाता. ചട്പട് നദി വരെ എത്തുന്ന സമയത്ത് തബ് തക് നട്കട് നാലെ തക് पहुंच जाता होता. നട്കട് നാല് തോട് വരെ എത്തുന്നുള്ളൂ, അതിന് തൊട്ട് മുമ്പുള്ള സ്ഥലം, അവിടെ വരെ എത്തുന്നുള്ളൂ. അതായത് നട്കട് പതുക്കെ പതുക്കെയാണ് വരുന്നത്. ചട്പട് വളരെ വേഗത്തിൽ പോകുന്നുണ്ട്, നട്കട് പതുക്കെ പതുക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കഥകളൊക്കെ എന്തായിരുന്നു? രണ്ടുപേരും ഒരു ഗ്രാമത്തിലായിരുന്നു താമസിക്കുന്നത്. അവരുടെ ഗ്രാമത്തിൽ സ്കൂളില്ലാത്തത് കൊണ്ട് അടുത്ത ഗ്രാമത്തിലെ സ്കൂളിലായിരുന്നു. അവർക്ക് നടന്നു പോകേണ്ടി വരുമായിരുന്നു. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ചട്പട് വളരെ വേഗത്തിലും നട്കട് വളരെ പതുക്കെയുമാണ് പോകുന്നത്. മാംകി ഹിദായത്ത് ദി. ഹിദായത്ത് നിർദ്ദേശമാണ്. ഇവരുടെ അമ്മ അവർക്കൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് നോക്കൂ. കി ചട്പട്കോ. ചട്പടിന് കൊടുത്ത നിർദ്ദേശം എന്താണെന്ന് നോക്കിയേ. ചോട്ടെ ഫായിക്ക ധ്യാൻ രഖ്ന. ഇളയ സഹോദരനെ നോക്കിക്കോണമെന്ന്, അനിയനെ ശ്രദ്ധിച്ചോണം എന്ന് അമ്മ ചട്പടിനോട് പറഞ്ഞിട്ടുണ്ട്. നട്കട്കോ, ഇനി നട്കടിനോട് പറഞ്ഞത് അപ്പനി സാത്ത് ഹി രഖ്ന ഹെ. അവൻ്റെ കൂടെ തന്നെ പോകണേ, അതായത് ചട്പടിൻ്റെ കൂടെ തന്നെ പോകണേ എന്ന് ഇളയ നട്കടിനോടും പറഞ്ഞു. നട്കടിനെ ശ്രദ്ധിച്ചോളണം എന്ന് ചട്പടിനോടും അമ്മ പറഞ്ഞു. ഇസിലിയെ, ഇതുകൊണ്ട് ചട്പട്കോ ആകെ നികൽ ജാനെ പർ പീച്ചെ മുടുക്കർ ദേഖന പെടുത്ത. ചട്പട് ആകെ നികൽ ജാനെ പർ, മുൻപേ നടന്നു പോകുന്നതോടൊപ്പം തന്നെ പീച്ചെ മുടുക്കർ ദേഖന പെടുത്ത. പീച്ചെ പിറകിലേക്ക്, മുടുക്കർ മുടിന തിരിയുക, മുടുക്കർ തിരിഞ്ഞിട്ട്. അപ്പോൾ പീച്ചെ മുടുക്കർ ദേഖന പെടുത്ത, പിറകിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുമായിരുന്നു. കാരണം അവൻ കൂടെ ഉണ്ടോയെന്ന് അറിയണ്ടേ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചട്പടിന് നട്കടിന് തിരിഞ്ഞു നോക്കേണ്ടി വരുമായിരുന്നു. ഉന്നയും നട്കട് കി പുകാർ കർ ജൽദി ചലനെ കെ ലിയെ കഹന പെടുത്ത. അതുമാത്രമല്ല, തിരിഞ്ഞു നോക്കിയിട്ട് നട്കട് കോ പുകാർ കർ, നട്കടിനെ വിളിച്ചിട്ട് ജൽദി ചലനെ കെ ലിയെ, ജൽദി പെട്ടെന്ന്, ജൽദി ചലനെ കെ ലിയെ പെട്ടെന്ന് വരാനായിട്ട് കഹനപ്പെടുത്ത പറയേണ്ടി വരുമായിരുന്നു. അവൻ പതുക്കെ അവിടെ നിന്ന് ഇഴഞ്ഞിഴഞ്ഞ് നടന്നു വരും. അപ്പോൾ ചട്പട് നേരത്തെ പോയിട്ട്, ചട്പട് മുൻപേ വേഗത്തിൽ പോയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് നട്കടിനെ വിളിക്കും. എടാ വേഗം പാടാ എന്ന് പറഞ്ഞുകൊണ്ട്. ബാർ ബാർ ഡുക്ക് കർ നട്കട് കാ ഇന്തസാർ കർണ പെടുത്ത. ഇടയ്ക്കിടയ്ക്ക് ചട്പടിന് നിൽക്കേണ്ടി വരും. കാരണം നട്കട് നടന്നെത്താൻ വേണ്ടി ചട്പട് വെയിറ്റ് ചെയ്യും. അവൻ നടന്നെത്തിയതിന് ശേഷം പിന്നെ രണ്ടുപേരും കൂടി നടന്നു പോകും. വീണ്ടും കുറച്ച് ദൂരം എത്തുമ്പോഴത്തേക്കും ചട്പട് മുന്നിലും നട്കട് പിറകിലും ആകും. അപ്പോൾ ചട്പടിന് വീണ്ടും നിൽക്കേണ്ടി വരും അവ എത്തുന്നത് വരെ. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. കബി സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോത്തി. ചിലപ്പോഴൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകാൻ ലേറ്റാകും. കാരണം അവനെ വലിച്ചു വെച്ചുകൊണ്ടങ്ങ് എത്തണമല്ലോ, അതുകൊണ്ട് ലേറ്റാകും. നട്കട് കാ ഹാത്ത് പകഡ്കർ അപ്പനെ സാത്ത് ദൗഡാൻ നാഫിപ്പെടുത്ത. സ്കൂളിൽ പോകാൻ ലേറ്റാകുന്ന ദിവസങ്ങളിൽ ചട്പട് നട്കടിൻ്റെ കയ്യിൽ പിടിച്ച് അവനെ കൊണ്ട് ഓടിക്കൊണ്ട് പോകും, അവനെയും കൂടി ഓടിച്ചുകൊണ്ട് പോകും. ചട്പട് പരേശാൻ ഹോ ജാത്ത. അങ്ങനെ ചട്പടിൻ്റെ ഇതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഓർ കർ ലൗട്ട് കർ, തിരിച്ച് വീട്ടിലെത്തിയിട്ട് മാംസെ ശികായത് കർത്ത, അമ്മയോട് പരാതി പറയും. എന്താ പറയുന്നത്? മാം ചോട്ടാ ബഹുത്ത് പരേശാൻ കർത്താ ഹേ. ചെറിയവൻ, അതായത് അവൻ അനിയൻ, ബഹുത്ത് പരേശാൻ കർത്താ ഹേ, ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നൊക്കെ അമ്മയോട് പരാതി പറയും. അവൻ നടന്നു വരുന്നില്ല, അവനെ എനിക്ക് വിളിച്ചുകൊണ്ട് പോകാനേ സമയമുള്ളൂ, വിളിച്ചിട്ട് അവൻ പതുക്കെ നടന്നു വരുന്നുള്ളൂ എന്നൊക്കെ അമ്മയോട് പരാതി പറയും. പക്ഷേ അമ്മ മറുപടി പറയുന്നത് എന്താ നോക്കിയേ. ചോട്ടാ ഹേന, ചെറുതല്ലി, അനിയനല്ലി. മാം മുസ്കുരാതെത്തി, അങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മ ചിരിക്കും. ഓർ ബഡേക്കോത്തോ ചോട്ടേക്കാ ധ്യാൻ രഖ്ന ഹി പെടുത്താ ഹേ. മാത്രമല്ല മുതിർന്ന ആൾക്കാർ ഇളയവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. അതുകൊണ്ട് അവൻ പതുക്കെ നടന്നു വന്നാലും നീ അവനെ ശ്രദ്ധിച്ച് വിളിച്ച് കൂടെ കൊണ്ടുവരിക എന്ന് പറയും. അല്ലാതെ നട്കടിനെ അമ്മ വഴക്ക് പറഞ്ഞിട്ടില്ല. അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ചട്പടിനോട് കുറച്ചുകൂടി കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കും, അത്രയേ ഉള്ളൂ. ചട്പട് ചുഞ്ചലാത്ത. ചട്പടിന് നല്ല ദേഷ്യവും വിഷമവും ഒക്കെ വരുന്നുണ്ട്, എന്തൊക്കെയോ പറയണമെന്ന് അവനുണ്ട്. പർക്കുച്ച് കഹനപാത്ത, പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ബെഡാത്ത, മൂത്തതായി പോയില്ലേ. ചോട്ടാക്ക ധ്യാനത്തോ ഉസേരകിനാഹിത, ചെറിയവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ, അതുകൊണ്ട് അവനൊന്നും പറയാൻ പറ്റുന്നില്ല. ദേഷ്യവും വിഷമമൊക്കെ വരുന്നുണ്ടെങ്കിലും പ്രതികരിക്കാൻ പറ്റുന്നില്ല. ലേക്കിൻ പക്ഷേ ഉസേ ലഗുത്ത, അവന് തോന്നുന്നു കി നട്കട് കുച്ച് സ്യാദാ ഹി നട്കട് ഹേ, ഈ നട്കട് എന്ന് പറയുന്നവൻ കുറച്ച് കൂടുതൽ നട്കടാണ്, കുറച്ച് കൂടുതൽ വികൃതിയാണ് എന്ന് ചട്പടിന് തോന്നുന്നുണ്ട്. രാസ്ത ചലത്തെ രുക്കർ പോക്കർ കെ പാനി കെ അന്തർ കി മछलियां और പാനി കെ ഊപ്പർ കി ബതുക്കേം ദേഖനെ ലഗുത്ത ഹേ. ഇവൻ ഈ നട്കട് വളരെ താമസിച്ചാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ, പതുക്കെ പതുക്കെ വരുന്നതെന്ന് പറഞ്ഞില്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ അതവന് സ്പീഡ് കുറഞ്ഞത് കൊണ്ടല്ല, നടന്നു വരുന്നതിനിടയ്ക്ക് അവൻ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ആ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. രാസ്ത ചലത്തെ രുക്കർ,
അപ്പോൾ വഴിയിലൂടെ ഇങ്ങനെ നടന്നു വരുന്നതിനിടയ്ക്ക് നിന്നിട്ട് പോക്കർ കെ പാനി കെ അന്തർ, കുളത്തിലെ വെള്ളത്തിനുള്ളിലുള്ള മച്ചിലിയും മീനുകളുണ്ടല്ലോ കുളത്തിലെ വെള്ളത്തിനുള്ളിൽ, അതിനെ നോക്കും. അതുപോലെ തന്നെ പാനി കെ ഊപ്പർ, വെള്ളത്തിൻ്റെ മുകളിലുള്ള ബദക്കേം, താറാവുകൾ, ദേക്കിനെ ലഗത്ത, ഇതിനെയൊക്കെ നോക്കും. കുളത്തിൻ്റെ അടുത്തെത്തുമ്പോൾ വെള്ളത്തിനകത്തുള്ള മീനിനെയും വെള്ളത്തിന് പുറത്തുള്ള താറാവിനെയും ഒക്കെ നോക്കും. അതിനെയൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കും. അങ്ങനെയാണ് അവൻ ലേറ്റാകുന്നത്. ബർഗത് കി ഊപ്പർ സെ നീച്ചെ ആത്തി ജഡേം പകഡ്കർ ചൂലിനെ ലഗത്ത ഹേ. ബർഗത് കി ഊപ്പർ സെ, മരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ബനിയൻ ട്രീയുടെ കാര്യം പറഞ്ഞില്ലേ, ആൽമരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആ മരത്തിൻ്റെ ഊപ്പർ സെ, മുകളിൽ നിന്ന്, നീച്ചെ ആത്തി, താഴേക്ക് വരുന്ന, ജഡേം, വേരുകളുണ്ടല്ലോ, ആൽമരം കണ്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന വേരുകൾ കണ്ടിട്ടില്ലേ, ആ വേരുകളുണ്ട്. അതിൽ പിടിച്ചിട്ട് പകഡ്കർ, അതിൽ പിടിച്ചിട്ട് ചൂലിനെ ലഗത്തായി, ആടിക്കളിക്കും, ഊഞ്ഞാലാടും, അതിൽ പിടിച്ച് ആടിക്കളിക്കും. അതൊക്കെയാണ് നട്കടിൻ്റെ ആക്ടിവിറ്റീസ്. കുളം കണ്ടു കഴിഞ്ഞാൽ അതിനകത്തുള്ള മീനെ നോക്കണം, താറാവിനെ നോക്കണം. ആലമരം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വാലിൽ പിടിച്ച് തൂങ്ങണം. ഇതൊക്കെയാണ് നട്കടിൻ്റെ പരിപാടികൾ. കേത്ത് മീൻ കുസ്കർ കാനേക്ക് കോയി ചീസ് കോജിനെ ലഗത്തായി. അതുമാത്രമല്ല കേത്ത് മീൻ കുസ്കർ, അവർക്ക് വരുന്ന വഴിക്ക് കേത്തുണ്ടല്ലോ, വയലുണ്ടല്ലോ. അപ്പോൾ വയലിൽ കയറിയിട്ട് കാനേക്ക് കോയി ചീസ് കോജിനെ ലഗത്തായി, തിന്നാൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കും. ആ പരിപാടി കൂടി അവനുണ്ട്. ബാഗ് സെ ഗുസർനെ പർ ആം യാ അമരൂദ് തോടനെ ലഗത്തായി. ഇനി തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മാങ്ങയോ പേരയ്ക്കോ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഒന്നിനെയും വെറുതെ വിടത്തില്ല. വയലിൽ കയറി വല്ലതും തിന്നാണ്ടോ എന്ന് നോക്കും. അവിടെ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ നേരെ തോട്ടത്തിൽ വന്നിട്ട് അവിടെ നിന്നും എന്തെങ്കിലും കിട്ടുമെങ്കിൽ നോക്കുക. മാങ്ങയും പേരയ്ക്കൊക്കെ പിച്ച് കൊണ്ടുപോകുക. നാലേക്കോ ഉദർ സെ ഇധർ ഓർ ഇധർ സെ ഉദർ ചലാങ്ക് ലഗാക്കർ പാർ കർനേക്ക കേൽ കേൽനെ ലഗത്തായി. അടുത്ത ആക്ടിവിറ്റി. അടുത്ത ഏതാ സ്ഥലം? അപ്പോൾ ഏതൊക്കെ കഴിഞ്ഞു? പോക്കർ കഴിഞ്ഞു, ബർഗത് കഴിഞ്ഞു, ബാഗ് കഴിഞ്ഞു. അടുത്ത സ്ഥലം ഏതാണ്? നാല്, തോട്. തോട്ടിലെത്തുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത് നോക്കിയേ. ഇവരല്ല, നട്കട് മാത്രമാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത്. ചട്പട് മര്യാദയ്ക്ക് നടന്നു പോവുകയാണ്. പിറകെ വരുന്ന നട്കടാണ് ഈ പറഞ്ഞ പരിപാടികളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നട്കടിൻ്റെ ആക്ടിവിറ്റി എന്താണ്? നാലെ എത്തുന്ന സമയത്ത് ഉദർ സെ ഇധർ, അവിടെ നിന്ന് ഇങ്ങോട്ടും, ഓർ ഇധർ സെ ഉദർ, ഇവിടെ നിന്ന് അങ്ങോട്ടും, ചലാങ്ക് ലഗാക്കർ പാർ കർനേക്ക കേൽ കേൽനെ ലഗത്ത. തോട്ടിലെത്തുമ്പോൾ തോട്ടിൻ്റെ അപ്പുറം ഇപ്പുറം കിടന്ന് ചാടി കളിക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടും, അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടും, അങ്ങനെ ചാടി ചാടി കളിക്കും. തോട് ക്രോസ് ചെയ്ത് കളിക്കും. അതാണ് അവൻ്റെ പരിപാടി. തോട്ടിലെത്തുമ്പോൾ അവൻ്റെ പരിപാടി അതാണ്. ഇനി അടുത്തത് നദിയാണ്. നദിക്ക് പുൽ ബ്രിഡ്ജ്, പാലം. നദിക്ക് പുൽ കോ ജൽദി സെ പാർ കർനേക്കെ ബജായി. ബജായിയുടെ മീനിങ് പകരമാണ്. കെ ബജായി, പകരം. അതിന് പകരം. ഏതിന് പകരം? ഇപ്പോൾ പറഞ്ഞ കാര്യത്തിന് പകരം. അതായത് നദിക്ക് പുൽ കോ ജൽദി സെ പാർ കർനേക്കെ ബജായി, നദിയിലെ പാലത്തിന് വളരെ വേഗത്തിൽ കടന്നു പോകുന്നതിന് പകരം, അതായത് പാലം ക്രോസ് ചെയ്ത് പെട്ടെന്ന് അപ്പുറത്തെത്തുന്നതിന് പകരം ഇവൻ എന്താ ചെയ്യുന്നത് നോക്കിയേ. ഉസ്കി മുണ്ടേരസെ, അതിൻ്റെ മുണ്ടേരെ മീൻസ് കൈവരി, റെയിലിങ്സ്, നമുക്ക് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് പാലത്തിൻ്റെ സൈഡിലൊരു കാണത്തില്ലേ, കൈ പിടിച്ചുകൊണ്ട് പോകുന്ന സാധനം, കൈവരി, അത് മുണ്ടേരസെ. അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഡിഗ്കർ, അതിനോട് ചേർന്ന് നടക്കും. എന്നിട്ട് നീച്ചെ, താഴെ, ബഹത്തി നദീക്കോ, പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് കാണാം? താഴെ കൂടെ നദി ഒഴുകുന്ന കാണാം. അപ്പോൾ പാലത്തിൻ്റെ കൈവരിയിൽ പിടിച്ച് അതിനോട് ചേർന്ന് നിന്നിട്ട് അവൻ എന്ത് ചെയ്യും? താഴെ കൂടി ഒഴുകുന്ന നദിയിൽ നോക്കി ഇങ്ങനെ നിൽക്കും. നിഹാറിനയിലേക്ക് താഴെ അതിങ്ങനെ നോക്കി സൂക്ഷിച്ച് നോക്കി കൊണ്ട് നിൽക്കും. ഇങ്ങനെയാണ് അവൻ ലേറ്റാകുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ പോകുന്ന വഴിക്ക് എന്തൊക്കെയുണ്ടോ അതിലെല്ലാത്തിലും ചെന്ന് തലയിടും. അതിലെല്ലാത്തിലും എന്തൊക്കെ അവൻ ആക്ടിവിറ്റീസ് കാണിക്കാൻ പറ്റുമോ ആ ആക്ടിവിറ്റീസ് എല്ലാം കാണിക്കും. ആര്? നട്കട്, ഇളയ അനിയനായ നട്കട്. നട്കട് ഇതുകൊണ്ടാണ് ലേറ്റാകുന്നത്. ചട്പട് ഈ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ മര്യാദയ്ക്ക് നടന്നു പോകും. അതുകൊണ്ടാണ് അവൻ വേഗത്തിൽ നടന്നു പോകുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചട്പടും നട്കടും. സോ ഫസ്റ്റ് പാർട്ട് ഇത്രയേ ഉള്ളൂ. ബാക്കി സ്റ്റോറി അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ബാക്കി എന്താ ചെയ്യേണ്ടത് ഞാൻ പറയണ്ടല്ലോ, ഇത് തന്നെ. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.